ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ശൂനായ 11-ാം ദിവസം, ശൂനായ നോമ്പ് 11-ാം ദിവസം. വർഗപ്പുറത്തന്നീറനാം ദൂതൻ പ്രത്യക്ഷനായി നസ്രായപുരിയിൽ ദാവീദൻ സുതനായ എഴുപോൽ തൻ സവിധത്തിൽ ശാന്തിപദമാം സന്ദേശം ചൊന്നാനേവം നാഥൻ നിന്നിൽ പ്രഥമസുതൻ നിന്നിലുദിച്ചിടും മിശിക അവളിലുദിച്ചൊരു ദേവേശ കൃപ ചെയ്യണം. ഇതിലെ പല കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് അതിൽ ചർച്ച ചെയ്യാത്തൊരു വാക്കെടുക്കാം. നാഥൻ നിന്നിൽ. നാഥൻ നിന്നിൽ. ഈ ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞ വാക്കാണ് നാഥൻ നിന്നിൽ. നാഥൻ, പ്രഭു, കർത്താവ്, ക്യൂരിയോസ് എന്ന ഗ്രീക്കില്, യാഹ്വേ എന്ന ഹീബ്രുവില്. ദൈവമാണത്, ദൈവമായ കർത്താവ്. ദൈവമായ കർത്താവ് നിന്നിൽ, മറിയത്തിന്റെ ഗർഭത്തിൽ എന്നർത്ഥം. ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറയുന്നുണ്ട്, കർത്താവ് നിന്നോട് കൂടെ. കർത്താവ് നിന്നോട് കൂടെ. ലളിതമായ ആശംസ ഈ ബൈബിളിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. റൂത്തിന്റെ പുസ്തകം 2:4 കാണാം. എന്നാൽ ദൈവം നേരിട്ടയച്ച ഗബ്രിയേൽ മാലാഖ അത് മറിയത്തോട് പറയുമ്പോൾ അതിന് സവിശേഷമായ ഒരു അവകാശത്തെ അല്ലെങ്കിൽ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നുണ്ട്. രക്ഷകനായ ദൈവം തന്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തിയാണ് അത് സൂചിപ്പിക്കുന്നത്. കർത്താവ് നിന്നോട് കൂടെ. അപ്പോൾ മറിയം ഒരു സവിശേഷ വ്യക്തിയാണ്. രക്ഷകനായ ദൈവം തന്റെ വാഗ്ദാനങ്ങൾ ഈ ഭൂമിയിൽ പൂർത്തീകരിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തിയാണ് മറിയം. മനുഷ്യവംശത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനും നിവൃത്തിയാക്കാനും ദൈവം മറിയത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് ഈ വാക്കിനർത്ഥം. ഏത്? കർത്താവ് നിന്നോട് കൂടെ. അതിനാൽ കർത്താവ് അവളുടെ കൂടെയുണ്ട്. ഇതാണ് ഒരർത്ഥം, കർത്താവ് നിന്നോട് കൂടെ. എന്നിട്ട് പറയാണ്, നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ കൃപയുടെ ലക്ഷ്യം മറിയമായിരുന്നുവെന്ന് മുൻപ് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞിട്ടുണ്ട്, 1:28. ആ ദൂതൻ പറയാണ്, ആ കൃപയുടെ സവിശേഷ ലക്ഷ്യം എന്താണ്? ഒരു സവിശേഷ ലക്ഷ്യം എന്താണ്? ദൈവപുത്രന്, ദൈവം തന്നെയായ പുത്രന് ജന്മം കൊടുക്കുക. ദൈവം തന്നെയായ പുത്രന് ജന്മം കൊടുക്കുക. അതിനാണ് മറിയം കൃപ കണ്ടെത്തിയിരിക്കുന്നത്. കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളാണ് മറിയം. കൃപയിൽ സൃഷ്ടിക്കപ്പെട്ട മറിയം കൃപ കണ്ടെത്തിയിരിക്കുന്നത് ദൈവം തന്നെയായ പുത്രന് ജന്മം കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ആ കൃപയുടെ ലക്ഷ്യം കൃത്യമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ നിന്നോടുകൂടെ എന്ന അർത്ഥമുണ്ടല്ലോ, ഈ കർത്താവ് നിന്നോടുകൂടെ, അതിന് കുറച്ചുകൂടി ഇച്ചിരി കൂടി ഒരു ആഴപ്പെട്ട അർത്ഥമുണ്ട്. നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണമെന്ന് ഗബ്രിയേൽ മാലാഖ 1:31 ലൂക്കാസ് 1:31 പറയുന്നുണ്ട്. അത് പറയുന്നതിന് മുമ്പ് നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, ഗർഭം ധരിച്ച്, അത് മനസ്സിലാക്കാൻ ആദ്യം പറഞ്ഞ വാക്ക് അല്ലേ, ഗബ്രിയേൽ മാലാഖ മറിയത്തോട് ആദ്യം പറഞ്ഞ വാക്ക് ഹൈറ എന്നാണ്. നമ്മൾ സ്വസ്തി എന്ന് തർജ്ജമ ചെയ്യുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്വസ്തി എന്ന് തർജ്ജമ ചെയ്യുന്നു. ഹൈറ എന്നാണ് ഗ്രീക്കില്. ആനന്ദിച്ചാലും എന്നാണ് അതിന്റെ അർത്ഥം. നിരവധിയായ സൂചനകളുണ്ട്. നമുക്കതിന്റെ എല്ലാ അർത്ഥത്തിലേക്കും നമ്മൾ പോകുന്നില്ല. ഈ വാക്ക് പഴയ നിയമത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. ബൈബിളിലെ പഴയ നിയമത്തിൽ എടുത്തിരിക്കുന്നതാണ്. സഫാനിയയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 14 മുതൽ 17 വരെ. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, സിയോൻ പുത്രി ആനന്ദിച്ചാലും. ഹൈറ എന്ന വാക്കിന് ആനന്ദിച്ചാലും എന്നാണ് അർത്ഥം. സ്വസ്തി എന്ന് നമ്മൾ തർജ്ജമ ചെയ്താലും ആനന്ദിച്ചാലും എന്നാണ് അർത്ഥം ഹൈറയും. ഞാൻ പറഞ്ഞല്ലോ, ഈ മറ്റ് പല വാക്കുകളുടെയും അർത്ഥം സന്നിവേശിപ്പിച്ചിട്ടാണ് സ്വസ്തി എന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വസ്തി എന്ന വാക്ക് തെറ്റൊന്നുമല്ല. പക്ഷേ ഹൈർ എന്ന വാക്കിന് പല അർത്ഥങ്ങളുള്ളതിൽ പ്രധാനപ്പെട്ട അർത്ഥമാണ് ആനന്ദിച്ചാലും. സിയോൻ പുത്രി ആനന്ദിച്ചാലും, ഇസ്രായേൽ ആർത്ത് വിളിച്ചാലും, ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിന്റെ മധ്യത്തിലുണ്ട്. സഫാനിയ 3:14-17. സിയോൻ പുത്രിക്ക് ആനന്ദിക്കാനുള്ള സത്താപരമായ കാരണം പറഞ്ഞിരിക്കുന്നത് എന്താണ്? കർത്താവ് നിന്റെ മധ്യത്തിലുണ്ട്. സഫാനിയ 3:15 3:17 കാണാതെ കർത്താവ് നിന്റെ മധ്യത്തിലുണ്ട്. ഈ പ്രവാചകന്മാര് സിയോൻ പുത്രി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അമ്മയായ ജെറൂസലം എന്നാണ്. അമ്മയായ ജെറൂസലം, അവളുടെ വിശ്വസ്തരായ മക്കൾ മിശിഹ യുഗത്തിൽ ആനന്ദിക്കുമെന്നാണ് അന്നത്തെ അർത്ഥം. എന്നാൽ കർത്താവ് അവരുടെ ഇടയിൽ പാർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ കർത്താവ് നിന്റെ മധ്യത്തിലുണ്ട് എന്നത് ആക്ഷരികമായി തർജ്ജമ ചെയ്താൽ അവൻ നിന്റെ ഉദരത്തിലുണ്ട് എന്നാണ്. അവൻ നിന്റെ ഉദരത്തിലുണ്ട്, അവൻ നിന്റെ ഉദരത്തിലുണ്ട്, നിന്റെ ഗർഭത്തിലുണ്ട്. ഉടമ്പടിയുടെ പേടകത്തിൽ കർത്താവ് വസിക്കുന്നതിനെയാണ് അന്ന് ഉദ്ദേശിച്ചത്. ഉടമ്പടിയുടെ പേടകം ഇല്ല, ആ പേടകത്തിന് 3 കമ്പാർട്ട്മെന്റ്. ആ കമ്പാർട്ട്മെന്റിൽ ഒരു കമ്പാർട്ട്മെന്റിൽ ഒരു സ്വർണ്ണ കലശത്തിൽ മന്ന, നടുക്ക് അഹറോന്റെ തളിർത്ത പടി, ഇപ്പുറത്ത് 2 കല്ലുകള്, ദൈവപ്രമാണങ്ങൾ എഴുതിയ 2 കല്ലുകൾ, അതിന്റെ മുകളില് കെരൂബുകള്. ആ കെരൂബുകളുടെ ചിറങ്ങനെ മുട്ടുന്ന അവിടെയാണ് ദൈവം എഴുന്നള്ളിരിക്കുന്ന കൃപാസനം. അപ്പോ ദൈവം ഇസ്രായേലിന്റെ മധ്യത്തിലുണ്ട് എന്ന് വെച്ചാൽ ഉടമ്പടി പേടകത്തിനുള്ളിലുണ്ട്. അതിനാണ് നിന്റെ ഗർഭത്തിലുണ്ടെന്ന് പറഞ്ഞ അർത്ഥം അതാണ്.
പക്ഷെ അന്ന് അതൊരു നിഴൽ രൂപത്തിലാണ്. ദൈവം ഒരു നിഴൽ രൂപത്തിലാണ് അല്ലെങ്കിൽ ചെറിയൊരു പ്രകാശത്തിന്റെ രൂപത്തിൽ മാത്രമാണ് പഴയ നിയമത്തിൽ ഈ കെരൂബുകളുടെ മുകളിൽ വാഴുന്ന കൃപാസനമായിട്ടുള്ളത്. ഇപ്പോൾ ആ വാക്കുകൾ എടുത്തിട്ട് പറയാണ്, ഇപ്പോൾ ഇസ്രായേലിന്റെ ഉദരത്തിലുണ്ടെന്ന് അല്ലെങ്കിൽ ആ ഉടമ്പടിയുടെ പേടത്തിലുണ്ടെന്ന് കരുതപ്പെട്ട കർത്താവ് ഇപ്പോൾ മനുഷ്യരൂപം സ്വീകരിച്ച് മറിയത്തിന്റെ ഗർഭത്തിലുണ്ടെന്നായി. നിന്റെ ഉദരത്തിൽ കർത്താവിനെ ഗർഭം ധരിക്കും. അതായത് നീ എപ്പോ സമ്മതം നൽകുന്നുവോ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറയുന്ന നിമിഷത്തിൽ നാഥൻ നിന്നിലുണ്ടാകും. നാഥൻ നിന്നിൽ അതായത് ദൈവം മനുഷ്യനായി നിന്നിൽ ഉരുവാകും. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. പരിശുദ്ധാത്മ ശക്തി കൊണ്ടുള്ള ദൈവം തന്നെയായ പുത്രനെ. അതുകൊണ്ടാണ് നീ യേശു എന്ന് പേരിടേണ്ടത്. നീ നിന്റെ ഉദരത്തിൽ, നിന്റെ ഗർഭത്തിൽ കർത്താവിന് ഗർഭം ധരിക്കും. നാഥൻ നിന്നിൽ. എന്തൊരു രസകരമായിട്ടുള്ളൊരു, അല്ലെങ്കിൽ എന്തൊരു ആഴമേറിയ വ്യാഖ്യാനമാണ്. സിയോൻ പുത്രിയായി മറിയത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഒന്നാമത് മിശിഹായുടെ കന്യകയായ അമ്മയായി മറിയം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. തീർത്തും അപ്രതീക്ഷിതമായ രീതിയിൽ അവളിൽ സിയോൻ പുത്രിയെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ, പ്രവചനങ്ങൾ നിറവേറിയിരിക്കുന്നു. ദൈവം സത്യമായും കുടികൊള്ളുന്ന സ്ഥലമായ ഉടമ്പടിയുടെ പേടകമായിട്ട് മറിയം മാറുന്നു. പഴയ നിയമത്തിലെ പോലെ ഒരു നിഴൽ രൂപത്തിലല്ല, ശരിക്കും കർത്താവ് അവളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ശരിക്കുള്ള ഉടമ്പടിയുടെ പേടകം മറിയമാണ്. ശരിക്കുള്ള ഉടമ്പടിയുടെ, ജീവനുള്ള ഉടമ്പടിയുടെ പേടകം മറിയമാണ്. അങ്ങനെ കർത്താവിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്ന ഏറ്റവും ഭാഗ്യവതി മറിയം തന്നെയാണ്. അപ്പോൾ മറിയം, നാഥൻ നിന്നിൽ. നാഥൻ എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു യാഹ്വേ, അല്ലെങ്കിൽ ദൈവം, അല്ലെങ്കിൽ കർത്താവ്, പ്രഭു എന്നൊക്കെയാണ്. അപ്പോൾ നാഥൻ നിന്നിൽ എന്നാണ് ഗബ്രിയേൽ മാലാഖ പറഞ്ഞത്, അവളുടെ ഗർഭത്തിൽ, മറിയത്തിന്റെ ഗർഭത്തിൽ. ഇത് നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു വാക്കുമായിട്ടൊന്ന് താരതമ്യം ചെയ്യുന്നത് നല്ലതാണ്. മത്തായിയുടെ സുവിശേഷം 1:23 കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും എന്നുള്ള പ്രവചനം പറഞ്ഞിട്ട് പറയാണ്, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. ഇമ്മാനു വിത്താസ്, ഏൽ ഗോഡ് വിത്തസ്. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ഗോഡ് വിത്തസ്, ദൈവം നമ്മോട് കൂടെ. മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ, ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ 28-20 ഏറ്റവും അവസാനത്തെ വാക്യം ഇതിനോട് ചേർന്ന് പോകുന്ന ഒരു സന്ദേശമാണ്. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവം നമ്മോട് കൂടെ എന്ന് 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇമ്മാനുവേൽ, ഞാൻ നിങ്ങളോട് കൂടെ. ഞാൻ എന്ന് പറഞ്ഞാൽ യാഹ്വേ, ഏൽ, ദൈവം നമ്മോട് കൂടെ. ആ ദൈവം നമ്മോട് കൂടെ എന്നുള്ള അവസ്ഥയിലായിരിക്കുന്ന ഈശോ ലോകാവസാനം വരെ നിങ്ങളോട് കൂടി ആയിരിക്കും. 28-20 പുസ്തകത്തിന്റെ അവസാനത്തെ വാചകം അതാണ്. നമ്മോടുകൂടി ആയിരിക്കുന്ന ദൈവമായ ഈശോ ലോകാവസാനം വരെ നിങ്ങളോട് കൂടിയായിരിക്കും, ഈ ശിഷ്യന്മാരുടെ കൂടിയായിരിക്കും, സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ കൂടിയായിരിക്കും. ഇതിനിടയിലും ഈ വാക്ക് വരുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-20 അവിടെ പറയാണ്, 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ ഇടയിൽ ഞാനുണ്ടായിരിക്കും, അവരുടെ മധ്യത്തിൽ ഞാനുണ്ടായിരിക്കും. മധ്യത്തിൽ ഇത് സാധാരണ പറയുന്നത് പ്രാർത്ഥിക്കാനായിട്ട് കൂടുന്നതിനെ കുറിച്ചാണ് ആയിരിക്കാം, പക്ഷെ അതല്ല സന്ദർഭം. 18-ാമത്തെ അധ്യായം മുഴുവൻ സഭയെക്കുറിച്ചാണ്, സഭയിലെ നേതാക്കന്മാരെ കുറിച്ചാണ്, എല്ലാവരെയും കുറിച്ചല്ല. സഭയിലെ നേതാക്കന്മാർ പെരുമാറേണ്ടതിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് ഉണ്ടാകാമെങ്കിലും പ്രധാനപ്പെട്ട അർത്ഥം അതല്ല, മറിച്ച് സഭയെ സംബന്ധിച്ച് തീരുമാനമെടുക്കാനായി യേശുവിന്റെ നാമത്തിലാണ് സമ്മേളിക്കുന്നതെങ്കിൽ അവരിടയിൽ അവനുണ്ടായിരിക്കും. യേശുവിന്റെ നാമത്തിലാണ് തീരുമാനമെടുക്കാൻ അവർ സമ്മേളിക്കുന്നതെങ്കിൽ അവരിടയിൽ യേശു ഉണ്ടായിരിക്കും. യേശുവിനെ കേൾക്കാനും അവർക്ക് പറ്റും, കേൾക്കാൻ കാത് തുറന്നാല്. അപ്പോൾ ദൈവം നമ്മോടുകൂടെ, ദൈവം നിങ്ങളുടെ മധ്യത്തിൽ, ദൈവം നിങ്ങളോടുകൂടെ. ഇതിങ്ങനെ 3 സ്ഥലത്ത് അവതരിപ്പിച്ചിരിക്കുകയാണ് മത്തായി. മറിയത്തിന്റെ കാര്യത്തിലാകുമ്പോൾ നമ്മോടുകൂടെ, നിങ്ങളോടുകൂടെ അങ്ങനെ നിൽക്കുകയല്ല, ഉള്ളിലാണ്. അവൾ ഉള്ളിലാണ്, ദൈവം അവളുടെ ഉള്ളിലാണ്. നാഥൻ നിന്നിൽ എന്നാണ് ഗബ്രിയേൽ മാലാഖ പറയുന്നത്. നാഥൻ, കർത്താവ് നിന്നോടുകൂടെ എന്ന് മാത്രമല്ല, കർത്താവ് നിന്നിലാണ്. ഇതാണ് ഈ ഹൈറ എന്ന വാക്കുകൊണ്ട്, അതായത് ആനന്ദിച്ചാലും, സിയോൻ പുത്രി ആനന്ദിച്ചാലും കർത്താവ് നിന്റെ മധ്യത്തിലുണ്ടെന്ന വാക്കോട് ഉപയോഗിക്കാൻ കാരണം. കർത്താവ് നിന്നോട് കൂടെ എന്ന് പറയുന്നത് ഇങ്ങനെ കൂടെ ഒരാൾ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ഉള്ളിലാണവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ നമ്മൾ ഇമ്മാനുവേൽ എന്ന് പറയുന്നത് പോലെ, ഇമ്മാനുവേൽ, ഗോഡ് വിത്ത് അസ്, ദൈവം നമ്മോട് കൂടെ. മറിയത്തിന്റെ കാര്യത്തിലാകുമ്പോൾ വേറെ തരത്തിലാണ് പറയേണ്ടത്. എലോഹിം ബ് തൊക്കൈനു, എലോഹിം ബ് തൊക്കൈനു. എലോഹിം ഗോഡ്
വിത്തിൻ യു വിത്തിൻ അസ്, വിത്തിൻ യു വിത്തിൻ അസ്. അപ്പോ വിത്തിൻ അസ് എന്ന് നമുക്ക് പറയാൻ നമുക്കും പറ്റും. കാരണം എന്താണ്? മറിയത്തിന്റെ ഗർഭത്തിൽ കിടന്ന ആ കർത്താവ് ഇപ്പൊ നമ്മുടെ ഗർഭത്തിൽ, നമ്മുടെ ഉദരത്തിലേക്ക് വരുന്നു വിശുദ്ധ കുർബാനയിലൂടെ. മറിയത്തിന്റെ ഗർഭത്തിൽ കിടന്ന അതേ കർത്താവാണ് വിശുദ്ധ കുർബാനയിലൂടെ നമ്മിലേക്ക് വരുന്നത്. അപ്പോൾ മറിയത്തിൽ നിന്നിലുണ്ട്, നാഥൻ നിന്നിലുണ്ട് എന്ന് പറഞ്ഞതുപോലെ കർത്താവ് നമ്മിലുണ്ട് എന്ന് പറയാം. അതിനെയാണ് ഞാൻ പറഞ്ഞത് എലോഹിം ബുത്തൊക്കെയിനു, ഗോഡ് വിത്തിൻ അസ്, ഗോഡ് വിത്ത് അസ്, ഇമ്മാനുവേൽ. അത് പോരാ, അതിനേക്കാളും ആഴമുണ്ട് ഗോഡ് വിത്തിൻ അസ്, എലോഹിം ബുത്തൊക്കെയിനു, അല്ലെങ്കിൽ ഏൽ ബുത്തൊക്കെയിനു, ഗോഡ് വിത്തിൻ അസ്, ഗോഡ് വിത്ത് അസ്, ഗോഡ് വിത്തിൻ അസ്. അപ്പോൾ വ്യത്യാസം വന്നു. മറിയത്തിന്റെ ഗർഭത്തിൽ കിടന്ന അതേ കർത്താവ് നമ്മുടെ ഉദരത്തിലേക്ക് വരികയാണ് വിശുദ്ധ കുർബാനയിലൂടെ. അപ്പോൾ അന്നത്തെ മനുഷ്യാവതാരം ലോകാവസാനം വരെ തുടരണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. അതിനുവേണ്ടിയാണ് കുർബാന. മനുഷ്യാവതാരം, അന്നത്തെ മനുഷ്യാവതാരം ലോകാവസാനം വരെ തുടരാനാണ് കർത്താവ് കുർബാന സ്ഥാപിച്ചത്. അപ്പോൾ മറിയത്തിന്റെ ഗർഭത്തിൽ കിടന്ന അതേ കർത്താവ് നമ്മുടെ ഉദരത്തിലേക്ക് വരുന്നെന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയാണോ? അപ്പൊ നമ്മൾ ശരിക്കും മറിയത്തിന്റെ മക്കളല്ലേ? മറിയം സഞ്ചരിക്കുന്ന സക്രാരിയായിരുന്നു അല്ലേ? ഇത് കഴിഞ്ഞ പാഠം തന്നെ സക്രിയാസിന്റെ വീട്ടിലേക്ക് പോകുകയാണ്. മറിയത്തിന്റെ സാന്നിധ്യത്തിലാണ് അവര് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചത്. ഇതുപോലെ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളില് കർത്താവ് നമ്മൾ തന്നെ സഞ്ചരിക്കുന്ന സക്രാരിയായിട്ട് മാറുകയാണ്. ദൈവത്തെ സ്തുതിക്കേണ്ടതും സ്തോത്രം ചെയ്യേണ്ടതും നമ്മുടെ ഒരു കടമയാണ്. എലിസബത്തും മറിയവും ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചതുപോലെ നമ്മൾ എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിക്കണം. കാരണം ദൈവം നമ്മോട് കൂടെ എന്ന് മാത്രമല്ല, ദൈവം നമ്മുടെ ഉള്ളിലുമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞ കാര്യം ഒന്ന് ആവർത്തിക്കുന്നത്, കാരണം ഇതിങ്ങനെ മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ്. ഈ ദൈവം എല്ലായിടത്തും ഇല്ലെന്ന് ആൾക്കാർ ചോദിക്കും. ദൈവം എല്ലായിടത്തുണ്ട്. അതൊരു ആത്മീയ സാന്നിധ്യമാണ്, സ്പിരിച്വൽ പ്രസൻസ്. അതുപോലെയാണോ കത്തോലിക്കരിലെ ദൈവം ഉള്ളത്? അല്ല. അവർ കുർബാന സ്വീകരിക്കല്ലേ, മാമോദീസ സ്വീകരിക്കല്ലേ. അപ്പോൾ കത്തോലിക്കരുടെ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് ആത്മീയ സാന്നിധ്യം മാത്രമല്ല, കൗദാശിക സാന്നിധ്യമാണ്. അപ്പൊ എല്ലാവരിലുമുള്ള ദൈവ സാന്നിധ്യം പോലെയല്ല കത്തോലിക്കരിൽ ദൈവ സാന്നിധ്യം. കത്തോലിക്കൽ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് കൗദാശിക സാന്നിധ്യമാണ്. എല്ലായിടത്തും ദൈവമുള്ളത് പോലെയല്ല ദേവാലയത്തിൽ ദൈവമുള്ളത്, അവിടെ കൗദാശിക സാന്നിധ്യമുണ്ട്. അപ്പോൾ ഈ എന്താണ് ക്രിസ്തു വന്നിട്ട് ഈ ലോകത്തിനുണ്ടായ മാറ്റം എന്ന് ചോദിച്ചാൽ ഇതാണ് മാറ്റം. കർത്താവിന്റെ ആത്മീയ സാന്നിധ്യം കൗദാശിക സാന്നിധ്യം മാറിയിരിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവർക്കും അവന്റെ കൂദാശകൾ സ്വീകരിക്കുന്നവർക്കും. അപ്പൊ എല്ലാ മനുഷ്യരിലുമുള്ള ദൈവസാന്നിധ്യം പോലെയല്ല കത്തോലിക്കരുടെ ദൈവസാന്നിധ്യം. അവർ സഞ്ചരിക്കുന്ന സക്രാരിയാണ്. അവരിലുള്ളത് ആത്മീയ സാന്നിധ്യം മാത്രമല്ല, കൗദാശിക സാന്നിധ്യമാണ്. ഇത് വളരെ വലിയ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ ആക്രമിക്കാൻ തോന്നണേ. നന്മയുള്ള ഒരാളെ, ദൈവത്തിന് സാന്നിധ്യമുള്ള ഒരാളെ കാണുമ്പോൾ പിശാചികൾക്ക് വിരളി പിടിക്കും. ഈ പിശാചിന് ആളുകൾക്കും വിരളി പിടിക്കും. നമ്മൾ ആരും ആക്രമിക്കാൻ പോകാറില്ല. എറണാകുളത്തെ വിമത വൈദ്യുതി മുന്നേറ്റക്കാർ ഒഴികെ നമ്മൾ ആരും ആക്രമിക്കാൻ പോകാറില്ല. പക്ഷെ അവർ നമ്മളെ ആക്രമിക്കുന്നു. എന്തേ? നമ്മിലുള്ള ഈ കൗദാശിക സാന്നിധ്യം അവരെ വിരളി പിടിപ്പിക്കുന്നു. ഒന്നുകിൽ അവർ മാനസാന്തരപ്പെടണം, അല്ലെങ്കിൽ അവർ നമ്മളെ ആക്രമിക്കും. അപ്പൊ ഇതിനെപ്പറ്റി നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ശിഷ്യന്മാരുടെ ലോട്ട്, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഭാഗ്യമാണ് ഈ ക്ലേശങ്ങൾ, കഷ്ടങ്ങൾ, സഹനങ്ങൾ. അതിലൂടെയാണ് ക്രിസ്തുവിനോട് നമ്മൾ ഒന്നാക്കപ്പെടുന്നത്. ക്രിസ്തു നമ്മിലേക്ക് വരുന്നത് കൊണ്ട് നമ്മൾ മറിയത്തിന്റെ മക്കളാകുന്നത് കൊണ്ട് നമ്മുടെ ഹൃദയത്തിലൂടെയും ഒരു വാള് കിടക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ആളുകൾ, ബജ്രന്തകൾ, മറ്റവരൊക്കെ നമ്മൾ ആക്രമിക്കുന്നു പറയുമ്പോൾ അത് ക്രിസ്തുവിനെ ആക്രമിച്ചതുപോലെയും മറിയത്തിന്റെ ഹൃദയത്തിൽ വാള് കടന്നതുപോലെയുമാണ്. കാരണം നമ്മിലുള്ള സാന്നിധ്യം വെറും ആത്മീയ സാന്നിധ്യമല്ല, ദൈവത്തിന്റെ ആത്മീയ സാന്നിധ്യമല്ല, കൗദാശിക സാന്നിധ്യമാണ്. അത് ഭയങ്കര പവർഫുള്ളാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.